അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചതച്ചെടുക്കാം. നമുക്ക് ഒരു 10-25 ഉള്ളിയോളം ഉണ്ട്. നമുക്ക് ചതയ്ക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചിട്ട് നമുക്ക് ചതയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം. അതും കൂടെ ഇട്ട് നമുക്ക് ചതയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് നമ്മളെ വെളുത്തുള്ളിയാണ്, ഒരു 10 എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ അയില നമ്മൾ മുളകിട്ട് വെക്കാനാണ് പോകുന്നത്. നമ്മളെ നാടൻ സ്റ്റൈലിൽ നമ്മൾ സാധാരണ വീടുകളിൽ എല്ലാ അമ്മമാരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. മറന്നുപോയവർക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നേരെ നമുക്ക് വീട്ടിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നു, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്ന് വന്ന് ആ സമയത്ത് നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ പുളിയുടെ അനുസരിച്ച് മാത്രം തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇന്നീ സമയത്ത് നമ്മൾ പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ളതാണ്. ഇത് കാശ്മീരി ഉള്ളവർ കാശ്മീരി ഇടാം. ഇനി അടുത്തായിട്ട് ഞാൻ ഇടുന്ന ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അടുത്തിരുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ്. ഇനി ഇരുന്ന 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. ഇനി ഇതെല്ലാം ഇട്ട് നമുക്ക് പച്ചമണം മാറുന്ന നോക്കാം. ഇനി നമ്മൾ ഇടുന്ന കുടംപുളിയാണ്. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ആ വെള്ളത്തോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നല്ല പച്ച അയിലയാണ് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് മീനെല്ലാം ഒന്ന് താത്തു കൊടുക്കാം. ഇനി അടുത്ത ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കും. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. നല്ല തിളച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് കറണ്ടിട്ട് ഇളക്കാതെ നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുത്ത് കൊടുക്കാം. ഇങ്ങനെ ചുറ്റിച്ച് തിരിച്ചു കിടക്കും. അപ്പൊ വീണ്ടും നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്. മീൻ ഉടയാതെ വേണം എടുക്കാൻ. നമ്മൾ തീ ഓഫ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ അതിനകത്ത് താളിക്കുന്നത്. നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു.